മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. മട്ടന്നൂർ നഗരസഭയിലെ കളറോഡ് ആണിക്കരി കീച്ചേരി റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരം. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടതിനാൽ കാൽനടയാത്ര പോലും സാധ്യമല്ലാതായി. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ കളറോഡിൽ നിന്ന് കീച്ചേരി, കല്ലൂർ, മരുതായി ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും ജനങ്ങളും വാഹനങ്ങളും സഞ്ചരിക്കുന്ന റോഡാണ് ചെളിക്കുളമായി കിടക്കുന്നത്. കുഴിയിലിറങ്ങിയും കയറിയുമുള്ള യാത്ര ജനങ്ങളെയും ഡ്രൈവർമാരെയും ദുരിതത്തിലാക്കുകയാണ്. റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നതിനാൽ ചെളിവെള്ളം നിറഞ്ഞ കാൽനടയാത്ര പോലും സാധ്യമല്ലാതായി. ഓട്ടോറിക്ഷകളും സ്കൂൾ വാഹനങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരുടെ മുന്നിൽ പരാതിപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് വല്ലാതൊരു ശോചനാവസ്ഥയാണ്. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിൻ്റെ ഹൃദയഭാഗമായിരുന്നു. വെറും നടന്ന 2 കിലോമീറ്റർ കുറവേ ഉണ്ടാവും. കളറോഡ് അറിയപ്പെടുന്ന ഈ ആണിക്കേരി റോഡ് ഇത്രയും ഒരു വൃത്തിയായിട്ട ഒരു വിഷമം പിടിച്ച റോഡ് ലോകത്തുണ്ടായി. ജനങ്ങൾ പൊട്ടന്മാരായതുകൊണ്ടോ എല്ലാ നേതൃത്വം ഇതിന് കണ്ടെടുക്കുന്നുണ്ടോ എന്നാ ഇതിങ്ങനെ കഴിഞ്ഞ് പോകുന്നത്. വല്ലാതെ ബസ് നടന്നു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വാഹനത്തിൽ പോയിട്ട് പോട്ടെ, എങ്ങോട്ട് ഇറങ്ങാൻ വീട്ടിലൂടെ തന്നെ ഇരിക്കാൻ കഴിയും. മനുഷ്യന്മാർക്ക് എന്തൊരു അവസ്ഥ ഇത്. കാരണം ഇവിടെ താറില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പുറം കൊണ്ട് താറ് ചെയ്യുന്നത്. ഇവിടെ ചോദിക്കാനല്ല എന്നുള്ളതുകൊണ്ട് അവിടത്തേക്ക് താറുണ്ട്. ആശുപത്രി റോഡിൽ താറ് ചെയ്ത് ഇവരെ തന്നെ ഒന്നും താഴെ വണ്ടിയൊന്നും പോകാൻ കഴിയില്ല, ആൾക്കും പോകാൻ കഴിയില്ല. വണ്ടിയല്ല, ആൾക്കും പോകാൻ കഴിയില്ല. എന്നെ കുഴപ്പം ഇപ്പോൾ റോഡിങ്ങനെ പൊളിഞ്ഞിട്ടല്ല, കുട്ടികൾക്കൊന്നും നടക്കാനും ഇല്ലാന്നും കഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പൊളിച്ചിട്ടുള്ളത്. റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുകയോ ഒറ്റത്തവണ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മട്ടന്നൂർ നഗരസഭ നേരത്തെ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനാവശ്യമായ ഫണ്ട് ബജറ്റിൽ നീക്കിവയ്ക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. മട്ടന്നൂർ നഗരത്തിലുള്ള ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്ന റോഡ് ഇരിക്കൂർ ഇരിട്ടി റൂട്ടിലേക്കുള്ള ബൈപ്പാസ് റോഡും കൂടിയാണിത്. നഗരസഭയ്ക്ക് ഭാരിച്ച ചിലവ് വരുന്ന റോഡ് ഒരു കാലത്ത് PWDതായിരുന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് മട്ടന്നൂർ നഗരസഭയ്ക്കും കൈമാറുകയായിരുന്നു. നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടായാൽ വാഹനങ്ങളെ നിയന്ത്രിച്ച് പല ഭാഗങ്ങളിലായി തിരിച്ചുവിടുവാനും ഈ റോഡ് ഏറെ സഹായകമായിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.